ഹെവൻലി മെലോഡീസിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്നേഹത്തോടെ സ്വാഗതം. ഇടുക്കി എന്ന പ്രദേശം നമുക്ക് എല്ലാവർക്കും വളരെ പ്രിയപ്പെട്ടതാണ്. പല പല കലാകാരന്മാരും ഇടുക്കിയിൽ നിന്നുള്ളവരാണ്. നമുക്ക് ഒരുപാട് പേരെ അറിയാം. അൽമാരായിക്കൊള്ളട്ടെ, അച്ഛന്മാരായിക്കൊള്ളട്ടെ, സിസ്റ്റേഴ്സ് ആയിക്കൊള്ളട്ടെ, നിരവധി കലാകാരന്മാരാണ് ഇടുക്കിയിൽ നിന്നുള്ളത്. നമ്മുടെ കൂടെ ആയിരിക്കുന്നത് മറ്റൊരു ഇടുക്കിക്കാരിയാണ്, നല്ലൊരു കലാകാരിയാണ്, നല്ലൊരു പാട്ടുകാരിയാണ്. സിസ്റ്റർ അഞ്ജു മരിയ SABS. സ്വാഗതം സിസ്റ്റർ. താങ്ക് യു അച്ഛാ. സന്തോഷമായിട്ടിരിക്കുന്നോ? സന്തോഷമായിട്ടിരിക്കുന്നു. ഓക്കെ, വളരെ സന്തോഷമാണ് എനിക്ക്. കാരണം സിസ്റ്ററിൻ്റെ കൂടെ ആയിരിക്കുന്ന വീട്ടുകാരൊക്കെ പരിചയപ്പെടാൻ എനിക്ക് സാധിച്ചു. ബാബു ചേട്ടൻ അല്ലേ, ചാച്ചൻ്റെ പേര് ബാബു എന്നാണ്. പിന്നെ അമ്മ, കുഞ്ഞുമോള്, പിന്നെ അനിയത്തി അല്ലേ അനു, അലീന കൊച്ച്, അലൈഡ, എല്ലാവരും പരിചയപ്പെടാൻ സാധിച്ചു. വളരെ സന്തോഷമുള്ളൊരു കുടുംബം. വളരെ സംസാരിക്കുമ്പോൾ തന്നെ വലിയൊരു ആനന്ദമാണ് അവരോട് ഒപ്പം സംസാരിച്ചപ്പോൾ തന്നെ. ഒരുപാട് കാര്യങ്ങൾ കേൾക്കാനുണ്ട്, കുടുംബത്തിൻ്റെ കാര്യങ്ങളും സിസ്റ്ററിൻ്റെ പാട്ടിൻ്റെ മേഖലകളും ഒക്കെ. അപ്പോൾ നമുക്കൊരു പാട്ട് കേട്ട് ഈ എപ്പിസോഡ് ആരംഭിക്കാം.
കനിവോടവനെ കീടുമ്പോ മനമാകെ ഉണർവായിടും ആവായിന്റെ നാഥ നിച്ചാരെ ഇന്നു ഞാനും കരുതുന്ന കാരുണ്യമേ നിറയുന്ന വാത്സല്യമേ ആവായിന്റെ നാഥ നിച്ചാരെ ഇന്നു ഞാനും കരുതുന്ന കാരുണ്യമേ നിറയുന്ന വാത്സല്യമേ. നല്ല ഭംഗിയായിട്ട് പാടി. താങ്ക് യു അച്ഛാ. നല്ല സിസ്റ്ററിൻ്റെ സൗണ്ട് നല്ല രസമുള്ള ശബ്ദമാണ്. നല്ല സോഫ്റ്റ് വോയിസ്. പിന്നെ ഈ പാട്ട് കേൾക്കുമ്പോൾ തന്നെ ഒരു 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 ആശ്വാസമാണ്. കുർബാന സ്വീകരണ ഗാനമാണ് അല്ലേ ഇത്? നല്ല അടിപൊളിയായിട്ട് പാടിയ കോറസൊക്കെ നല്ല സൂപ്പർ. ആദ്യത്തെ വരികളും ഒക്കെ. ഈ പാട്ടിനെ പറ്റി ഒന്ന് പറയാമോ? ഇതെൻ്റെ സ്വന്തം പാട്ടാണ്. ഇതിൻ്റെ വരികളും ട്യൂണും ഒക്കെ ഞാൻ തന്നെ ചെയ്തതാണ്. അപ്പം അതുകൊണ്ട് ഭയങ്കര സന്തോഷമായിരുന്നു ഈ പാട്ട് പാടാൻ വേണ്ടിയിട്ട്. ഓക്കെ, സിസ്റ്റർ തന്നെ പാട്ടാണത്. അതെ അതെ. സൂപ്പറായിട്ടുണ്ട്, അടിപൊളിയായിട്ട്. അപ്പോൾ ഞാൻ വരികളും സിസ്റ്റർ തന്നെ എഴുതിയതല്ലേ? വരികളും എൻ്റെ തന്നെ. അപ്പോൾ പൂർണ്ണമായിട്ടുള്ള ഈ പാട്ടിൻ്റെ സൃഷ്ടി മുഴുവൻ സിസ്റ്ററിൻ്റെ തന്നെയാണ്. അതെ അച്ഛാ. നല്ല ഭംഗിയായിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ചെറിയ അസൂയ കൂടിയുണ്ട്. കാരണം ഞാനൊക്കെ ചെറുതായിട്ടൊക്കെ പാടുമെങ്കിലും ഈ വരികളൊക്കെ എഴുതാനൊന്നും ഇത് കാരണം എത്ര ഓർക്കുമ്പോൾ മനോഹരമായിട്ടുള്ള കുർബാന സ്വീകരണ ഗാനം പ്രാർത്ഥനയോട് കൂടി ഇരുന്ന് എഴുതിയത്. എന്താണ് ഇതിൻ്റെ പശ്ചാത്തലങ്ങൾ അല്ലെങ്കിൽ ഇതിൻ്റെ അനുഭവം ഈ പാട്ടിലേക്ക് വരാൻ? ഇത് സിസ്റ്റർ എത്ര പാട്ടുകൾ എഴുതി? ഇങ്ങനെ മൊത്തം ഒരു എത്ര പാട്ടുകൾക്ക് സൃഷ്ടിയായിട്ടുണ്ട്? ഞാൻ മുഴുവൻ 4 പാട്ടുകൾ എഴുതിയിട്ടുണ്ട്. 3 ഡിവോഷണലായിട്ട്, ഒരെണ്ണം ഒരു ഷോർട്ട് ഫിലിമിന് വേണ്ടിയിട്ട് ഒരു കവർ സോങ് പോലെ ഇൻട്രൊഡക്ഷൻ ആയിട്ടുള്ളൊരു സോങ് ചെയ്തിട്ടുണ്ട്. ഈ പാട്ടിൻ്റെ പശ്ചാത്തലം എന്ന് പറയുമ്പോൾ ഞാൻ PG കമ്മ്യൂണിക്കേഷൻ ആൻഡ് മീഡിയ സ്റ്റഡീസ് പഠിച്ചത് കുട്ടിക്കാനം മരിയൻ കോളേജിലാണ്. അപ്പോൾ ഞങ്ങൾക്ക് സൗണ്ട് ഡിസൈനിങ്ങിൻ്റെ ക്ലാസ് ഉണ്ടായിരുന്നു, ഒരു സബ്ജക്റ്റ് പഠിക്കാനുണ്ടായിരുന്നു. അപ്പോൾ ആദ്യത്തെ ക്ലാസ്സിൽ സാറിങ്ങനെ എല്ലാം ഇങ്ങനെ പരിചയപ്പെടുത്തി കഴിഞ്ഞപ്പം ആരെങ്കിലുമൊക്കെ പാട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കിവിടെ സ്റ്റുഡിയോ ഉണ്ട്, നമുക്കിവിടെ റെക്കോർഡ് ചെയ്യാം, അങ്ങനെ ആരുടെയും കയ്യിൽ സൃഷ്ടിയായിട്ട് ചെയ്തത് കയ്യിലുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ എനിക്കിനെ പാട്ട് എഴുതാനുള്ള കഴിവുണ്ട് അങ്ങനെയൊന്നും എനിക്കറിയില്ലായിരുന്നു. അത് 2 വർഷം മുമ്പ് ഞാനിങ്ങനെ എൻ്റെ ഫൈനൽ പ്രൊഫഷൻ്റെ സമയത്ത് എൻ്റെ മനസ്സിൽ തോന്നിയ 2-3 വരികൾ ഞാനിങ്ങനെ ചുമ്മാ പാടിക്കൊണ്ട് നടക്കുമായിരുന്നു. പിന്നെ അതങ്ങ് മറന്നുപോയി, ബാക്കി ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ സാറിങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പം ഞാൻ ഓർത്തു, എൻ്റെ മനസ്സിലിങ്ങനെ ഒരു പാട്ടുണ്ടല്ലോ, ഒന്ന് ഫോം ചെയ്തെടുത്ത് എങ്ങനെ ഇരിക്കും എന്ന് ഞാനിങ്ങനെ ഹോസ്റ്റലിലായിരുന്നു. അപ്പോൾ ഞാൻ അവിടെ താമസിച്ചുകൊണ്ടിരുന്നപ്പോൾ ഹോസ്റ്റലിൽ ചെന്ന് ഞാനിങ്ങനെ ചിന്തിച്ചു. അപ്പോൾ ട്യൂൺ ചെറുതായിട്ടൊക്കെ ഉണ്ട്, വരികളും അങ്ങനെ ഒന്നും പൂർണ്ണമല്ല. ആദ്യത്തെ 4 വരി മാത്രമേ എൻ്റെ മനസ്സിലുള്ളൂ. അപ്പോൾ ഞാനിങ്ങനെ തന്നെ ഇരുന്ന് ചിന്തിച്ച് കഴിഞ്ഞപ്പം ആ വരികൾ പെട്ടെന്ന് എൻ്റെ മനസ്സിലോട്ട് വന്നു. 4 വരി അങ്ങനെ എഴുതി വെച്ചു ഒരു പേപ്പർ എടുത്ത്. പിന്നത്തെ 4 വരിയും കൂടെ ഞാൻ പെട്ടെന്ന് ഇങ്ങനെ ചിന്തിച്ച് കഴിഞ്ഞപ്പം ചാപ്പലിൽ അങ്ങനെയൊന്നുമല്ല, ചുമ്മാ ഹോസ്റ്റൽ റൂമിൽ ഇരുന്ന് കഴിഞ്ഞപ്പം ഈശോയോട് ഇങ്ങനെ പ്രാർത്ഥിച്ച് കഴിഞ്ഞപ്പം 4 വരിയും കൂടെ കിട്ടി. അപ്പം ഞാൻ സാറിനോട് ഇങ്ങനെ വിളിച്ച് പറഞ്ഞു, സാർ ഇങ്ങനെ ഒരു 8 വരി എൻ്റെ മനസ്സിലുണ്ട്. അപ്പോൾ സാറ് പറഞ്ഞു, ഒന്ന് പാടി ഒന്ന് അയക്ക് സിസ്റ്റർ ഒന്ന് കേൾക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാനിങ്ങനെ റെക്കോർഡ് ചെയ്ത് സാറിന് അയച്ചു കൊടുത്തു. അപ്പോൾ സാർ പറഞ്ഞു, നല്ല രസമുണ്ടല്ലോ കേൾക്കാൻ, അപ്പോൾ നാളെ കോളേജിൽ വന്നു കഴിയുമ്പോൾ നമുക്കിതൊന്ന് ചെയ്ത് നോക്കാം എന്ന് പറഞ്ഞു. സിസ്റ്റർ എന്നാൽ 4 വരിയും കൂടെ എഴുതി, അപ്പോൾ ഒരു പാട്ട് ഫുള്ളാവുമല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ വീണ്ടും പിന്നെ ആലോചിച്ചിട്ടൊന്നും എനിക്ക് കിട്ടിയില്ല. അത് ഞാൻ ചാപ്പലിൽ പ്രെയറിൻ്റെ ടൈം ഒക്കെ കഴിഞ്ഞ് പിന്നെ ഈശോയുടെ അടുത്ത് കുറച്ച് നേരം കൂടെ ഞാനിങ്ങനെ ഇരുന്ന് ധ്യാനിച്ചു. ഇതിപ്പോൾ എൻ്റെ കൈ കൊണ്ട് എഴുതണം എന്നാണ് അങ്ങയുടെ ആഗ്രഹമെങ്കിൽ എനിക്ക് ബാക്കിയും കൂടെ തരാമോ എന്നിങ്ങനെ ചോദിച്ചു. കുറച്ച് നേരം നിശബ്ദമായിട്ട് ഇരുന്ന് കഴിഞ്ഞപ്പോഴത്തേനും ബാക്കി 4 വരിയും കൂടെ മനസ്സിലിങ്ങനെ ഈശോ പറഞ്ഞു തരുന്നവർ തോന്നുക. അങ്ങനെ ഞാൻ പെട്ടെന്ന് റൂമിൽ തിരിച്ച് വന്നിട്ട് ബാക്കി 4 വരിയും കൂടെ എഴുതി. അങ്ങനെ ഭയങ്കര സന്തോഷത്തോടെ കോളേജിൽ ചെന്ന് പിറ്റേ ദിവസം എന്നിട്ട് സാറിന് ഇത് മുഴുവൻ പാടിയൊന്ന് കേൾപ്പിച്ചു. അപ്പോൾ സാർ പറഞ്ഞു, സിസ്റ്റർ ഒന്ന് മീറ്ററിൽ പാട്, അപ്പോൾ നമുക്കൊന്ന് ഇത് ഓർക്കസ്ട്ര ഒക്കെ ചെയ്യാൻ കൊടുത്തിട്ട് നമുക്കൊന്ന് റെക്കോർഡ് ചെയ്യാം, അങ്ങനെ ഒരു പാട്ടാവുമല്ലോ എന്നിങ്ങനെ പറഞ്ഞു. പിന്നെ ഒരു വർഷം, ആ വർഷം ലാസ്റ്റാണ് ഇത് പാട്ടായിട്ടൊന്ന് ഇറങ്ങുന്നത്. ഇതിൻ്റെ കോറസ് പാടിയത് എൻ്റെ അനിയത്തി തന്നെയാണ്. ഞാനും അനിയത്തിയും കൂടിയാണ്, അവളും അത്യാവശ്യം പാടും. അങ്ങനെ ഞങ്ങൾ ഈ പാട്ടിങ്ങനെ ഇറക്കി. അനിയത്തിയും പാട്ട് പാടുന്ന? അനിയത്തിയും പാടും. അതിൻ്റെയൊക്കെ വേറിട്ട് എനിക്കിപ്പോൾ ചിന്ത വന്നത് നല്ലൊരു പാട്ടാണ്. അപ്പോൾ കുർബാന സ്വീകരണത്തിൽ എനിക്ക് ഈ പാട്ട് പാടണം എന്നൊക്കെ ഒരു ആഗ്രഹം മനസ്സിലേക്ക് വരികയാണ്. കാരണം നല്ലൊരു അനുഭവമാണ് സിസ്റ്റർ പറഞ്ഞതും ഈശോയോടൊന്ന് ചോദിക്കുന്നതൊക്കെ ഒരു പ്രാർത്ഥനയായിട്ട്. നീ ആഗ്രഹിക്കുന്നതാണോ? 8 വരി കിട്ടി, 4 വരി കിട്ടാനായിട്ട് പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുന്നു. തമ്പുരാൻ ചോദിക്കുന്നു, നീ ആഗ്രഹിക്കുന്നതാണെങ്കിൽ തരാൻ പറഞ്ഞു.
ആ നിമിഷങ്ങളിൽ അടുത്ത 4 വരി ഫോമായി. ദൈവ അനുഗ്രഹത്താൽ അത് ഒരു സിസ്റ്ററും ഈശോയായിട്ടുള്ളൊരു ബന്ധമാണ്. ആ പാട്ട് സിസ്റ്ററിലൂടെ ഇറങ്ങണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. നല്ല വരികൾ നാവിൽ ചേരാൻ നിൻ്റെ എല്ലാ അപ്പമായിട്ടും പിന്നെ കോറസും എല്ലാം നല്ല നല്ല വരികൾ, അർത്ഥമുള്ള വരികൾ പെട്ടെന്ന് തീർന്നു പോകുന്ന പോലെ നമുക്ക് തോന്നും. മനോഹരമായ നല്ല പാട്ട് ആണ് പാടിയത്. ഇനിയും നിരവധി പാട്ടുകൾ എഴുതാനുള്ള ഒരു അഭിഷേകം സിസ്റ്ററിനുണ്ടാകട്ടെ. പ്രത്യേകിച്ച് എന്താ പറയുന്ന ചെറുപ്പകാലങ്ങളിൽ ഇങ്ങനെ പാട്ടിൻ്റെ ഒരു മേഖല ഒന്ന് പറയാമോ? വീട്ടിലെ അപ്പച്ചനും അമ്മയും പാടും, അനിയത്തി പാടും. ചെറുപ്പം മുതലെന്ന് പറയുമ്പോൾ അനിയത്തിയാണ് കൂടുതൽ പള്ളിയിലൊക്കെ പാടിയിട്ടുള്ളത്. അവൾ ഗാനമേളയിലൊക്കെ പാടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ മടത്തി വന്നതിന് ശേഷമാണ് പാടാൻ തുടങ്ങിയത്. അപ്പോൾ എൻ്റെ ഇടവക വാഴത്തോപ്പ് സെൻറ്റ് ജോർജ് കത്തീഡ്രൽ ചർച്ചാണ്. അവിടെ ഒരുപാട് പാട്ടുകാരുണ്ട്. അപ്പോൾ പാടാൻ ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിലും പാടാനുള്ള ചാൻസ് ഒന്നും കിട്ടിയിട്ടില്ല. അപ്പോൾ ഞാനും എൻ്റെ ഒരു ഫ്രണ്ടും കൂടെ ഇങ്ങനെ സ്കൂളിലൊക്കെ പോകുമ്പോൾ മൈക്ക് കുർബാന കഴിഞ്ഞിട്ട് മൈക്ക് എടുത്ത് വെക്കാൻ ചിലപ്പോൾ കപ്പേരിയായിട്ട് മറന്നു പോകും. അപ്പോൾ ഞങ്ങൾ പാടാനുള്ള കൊതി കൊണ്ട് മൈക്ക് എടുത്ത് വെച്ച് ചുമ്മാ അവിടെ നിന്ന് ഇങ്ങനെ വിസിറ്റ് കഴിക്കാൻ വേണ്ടി പോകുമ്പോൾ പാടും. ഓണമൊന്നുമല്ല, ചുമ്മാ അങ്ങനെയൊക്കെ ജസ്റ്റ് പള്ളിയിൽ പാടാനുള്ള ആഗ്രഹങ്ങളൊക്കെ അങ്ങനെയാണ് തീർത്തുകൊണ്ടിരുന്നത്. പിന്നെ മടത്തി വന്നതിന് ശേഷം നമ്മൾ ആദ്യമായിട്ടൊരു പ്രോഗ്രാം ചെയ്ത് കഴിഞ്ഞപ്പം പാടേണ്ട ഒരു ആവശ്യം വന്നു. അപ്പം ഞങ്ങളുടെ ബാച്ചിൽ അധികം പാട്ടുകാരില്ലായിരുന്നു. അപ്പോൾ ഞാൻ കുറച്ചൊക്കെ ചെറിയ മൂളിപ്പാട്ടൊക്കെ പാടുന്ന അവർക്കറിയാം. അങ്ങനെ ഞാൻ പാടി. അപ്പോൾ സിസ്റ്റേഴ്സിന് മനസ്സിലായി ഞാൻ അത്യാവശ്യം പാട്ട് പാടുമെന്ന്. അങ്ങനെ അവിടെ ഞങ്ങളുടെ ഇടവകയിൽ പാടാൻ തുടങ്ങി, ആസ്പിരൻസിയിൽ തുടങ്ങി. അപ്പോൾ അന്ന് മുതൽ പിന്നെ ഈശോ അനുഗ്രഹിച്ചു പാടാൻ വേണ്ടിയിട്ട്. ഇപ്പം എല്ലാം മെയിൻ ഫംഗ്ഷനൊക്കെ പാടാനുള്ള കൃപ ഈശോ തരുന്നുണ്ട്. അങ്ങനെയാണ് പാട്ടിലോട്ടൊരു ഇതിൽ വരുന്നത്. ദൈവാനുഗ്രഹം ധാരാളമായിട്ട് ഉണ്ടാകട്ടെ. ഒരു പാട്ട് കൂടി കേട്ടാലോ സിസ്റ്ററെ? പാടാച്ച. പാടുമീണം നെഞ്ചോടണയ്ക്കുന്നു ഞങ്ങൾ, പിരിയാതെ കൂട്ടായി ഇന്നും ആരാധനാമക്കൾ ഞങ്ങൾ. ഉരുകിത്തണലാ മാറിയിടുവാൻ സക്രാരിനാഥനെ അനവരതം വാഴ്ത്താം, സ്തുതികൾ പാടാം ധന്യൻ താതനോടൊപ്പമായി. വാഴ്ത്താം, സ്തുതികൾ പാടാം ധന്യൻ താതനോടൊപ്പമായി. സ്തുതികളും ബലികളും നാഥനായി ഏകിടുവാൻ ത്യാഗങ്ങളേറ്റു താതൻ. ധന്യന്മാർ തോമാമെത്ര. സ്തുതികളും ബലികളും നാഥനായി ഏകിടുവാൻ ത്യാഗങ്ങളേറ്റു താതൻ. ധന്യന്മാർ തോമാമെത്ര. ജീവൻ പകരും വചനം ഏകും നേരം പിതാവറിഞ്ഞു. നവമായി സ്നേഹം പകരാ ജീവൻ ബലിയായി നൽകിടേണം.
ഒന്നും പറയാനില്ല, അസാധ്യമായിട്ട് പാടി. താങ്ക് യു അച്ഛാ. ഇതിൻ്റെ പ്രത്യേകത ഒന്ന് രണ്ട് കാര്യങ്ങൾ. ഒന്ന്, ഒരു വെറൈറ്റി വോയിസാണ്. എല്ലാവർക്കും എന്നാ പറഞ്ഞാൽ ക്യാച്ച് ചെയ്യാൻ പറ്റുന്നതും പെട്ടെന്ന് എല്ലാവരുടെയും ശ്രദ്ധ പിടിച്ചു പറ്റാൻ പറ്റുന്ന നല്ലൊരു വോയിസ്. സൂപ്പർ, നല്ല ക്ലാരിറ്റി ഉണ്ട്, നല്ല പെർഫെക്ഷൻ. എനിക്ക് തോന്നുന്ന പ്രേക്ഷകർക്കെല്ലാം പറയാൻ പറ്റുന്ന വോയിസിനെ പറ്റിയാണ്. ഒരു നല്ല വോയിസ്, ഒരു പ്രത്യേകമായിട്ട് മാറ്റി ദൈവം നൽകിയ ഒരു വോയിസാണ്. അത് ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹമാണത്. അപ്പോൾ കഴിഞ്ഞ 2 പാട്ടും ഈ പാട്ടും കൂടെ വെച്ച് നോക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് ഇത്ര മനോഹരമാക്കാൻ സാധിച്ച് ദൈവം നൽകിയ നല്ലൊരു ശബ്ദം സിസ്റ്ററിനുണ്ട്. രണ്ടാമത് സിസ്റ്ററിൻ്റെ തന്നെ വരികൾ, കുർബാന സ്വീകരണം, ആദ്യം പാടിയ പാട്ടായിക്കൊള്ളട്ടെ, ഇപ്പോൾ പാടിയത് സഭാ സ്ഥാപകന്, ഞങ്ങളുടെ സഭയുടെ സ്ഥാപകൻ ധന്യന്മാർ തോമസ് കുര്യാളശ്ശേരി പിതാവിൻ്റെ ഒരു കാഴ്ചപ്പാടൊക്കെ, നമ്മുടെ സഭയെ പറ്റിയുള്ളൊരു കാഴ്ചപ്പാടൊക്കെ വെച്ച് എഴുതിയൊരു പാട്ടാണ്. അപ്പോൾ പിതാവ് റോമിൽ പഠിക്കുന്ന സമയത്ത് അവിടെ ദിവ്യഗാനത്തിന് മുന്നിൽ ആരാധിക്കുന്ന സിസ്റ്റേഴ്സ് ഉണ്ടായിരുന്നു. അപ്പം അവിടുന്ന് കിട്ടിയൊരു ഇൻസ്പിറേഷനാണ് ആരാധന സന്യാസിനി സമൂഹത്തിൻ്റെ ഒരു സ്ഥാപനത്തിൻ്റെ പിന്നിൽ. അപ്പം പിതാവ് പറയുന്നു, മാലാഖമാർ ഈശോയെ ആരാധിക്കുന്നത് പോലെ ഈ ഭൂമിയിലും ഒരു ഗണം കന്യകമാർ ഈശോയെ ആരാധിക്കാനുണ്ടാവണം. അപ്പോൾ അതായിരുന്നു പിതാവിൻ്റെ ഒരു കാഴ്ചപ്പാട്. അപ്പോൾ അതൊക്കെ വെച്ചിട്ട് എഴുതിയൊരു പാട്ടാണ്, ചേർത്ത് വെച്ച് എഴുതിയ പാട്ടാണ്. മനോഹരമായിട്ട് ആരാധന സിസ്റ്റേഴ്സിന് എനിക്കും ഭയങ്കര ഇഷ്ടമുള്ളൊരു കോൺഗ്രിഗേഷനാണ്. എൻ്റെ ആൻറ്റിമാർ തലശ്ശേരി രൂപതയിൽ പ്രൊവിൻസിൽ പെട്ട ആൻറ്റിമാർ എനിക്കുമുണ്ട്. അപ്പോൾ ഒരുപാട് അനുഗ്രഹങ്ങൾ സിസ്റ്ററിനുണ്ടാകട്ടെ. എല്ലാം ചേർത്ത് അതുകൊണ്ടാണ് ഈ പാട്ടുകളൊക്കെ അതിൻ്റെ പൂർണ്ണതയാണ്. സിസ്റ്ററിൻ്റെ ഈ പാട്ടിനൊക്കെ കാണുന്നത് ഒരു പൂർണ്ണതയാണ്. ഇത് മറ്റാരെങ്കിലും പാടിക്കഴിഞ്ഞ് ഇത്രയും പൂർണ്ണത കിട്ടുമെന്ന് അറിയത്തില്ല. കാരണം എവിടെയൊക്കെ ഫീൽ കൊടുക്കണമെന്നും എപ്രകാരമാണ് ഫീലോട് പാടണമെന്നും സിസ്റ്ററിനെ അറിയത്തില്ല. കാരണം ഇത് സിസ്റ്ററിൻ്റെ വരികളാണ്, സിസ്റ്ററിൻ്റെ സൃഷ്ടി തന്നെയാണ് മുഴുവൻ. അതിൻ്റെ ഒരു ഭംഗി, ഞാൻ ഈ പാട്ടുകളൊക്കെ സിസ്റ്ററിനെ കണ്ടിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്, പ്രത്യേകിച്ച് യൂട്യൂബിലൊക്കെ ഇറങ്ങിയപ്പോഴൊക്കെ. അപ്പോൾ ഇതിൻ്റെ പിന്നിൽ മറ്റ് പല കാര്യങ്ങൾ കൂടിയുണ്ട്. സിസ്റ്ററിൻ്റെ എല്ലാ പാട്ടുകളും സ്റ്റുഡിയോയിൽ പാടുന്ന അങ്ങനെ അല്ല, മിക്കവരും സ്റ്റുഡിയോ പാടുന്ന രീതിയിലാണല്ലോ ചിത്രീകരിക്കുന്നതും അങ്ങനെയായിട്ട്. പക്ഷേ ഇതിൻ്റെ പിന്നിലൊരു എനാക്ട്മെൻ്റ് ഉണ്ട്, ഒരു എല്ലാവരും ചേർത്ത് അഭിനയിപ്പിച്ചുകൊണ്ട് കൂടുതലൊരു എല്ലാവർക്കും ഒന്ന് ഇൻവോൾവ് ചെയ്യാൻ പറ്റുന്നതും ഒക്കെ രീതിയിലൊക്കെയുള്ള പാട്ടുകളാണ് സിസ്റ്ററിൻ്റെ. അതിൻ്റെയൊക്കെ പിന്നിൽ സിസ്റ്ററാണോ അതോ എങ്ങനെയാണ് അങ്ങനെ ഒരു രീതിയിൽ ഇപ്പോൾ സ്റ്റുഡിയോ പാടുന്ന ഒരു പിക്ചർ വരാതെ സമൂഹമായിട്ട് അല്ലെങ്കിൽ ഒരു അഭിനയത്തിലേക്ക് കൊണ്ടുപോകുന്ന ഒരു ഫീൽ കൊടുക്കുന്ന രീതിയിൽ അത് സിസ്റ്ററിന് തോന്നിയതാണോ? ഞാൻ PG ചെയ്തത് മീഡിയ ആണല്ലോ, അപ്പോൾ അവിടെ ഡയറക്ഷനൊക്കെ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാത്തിൻ്റെ പിന്നിലൊരു സ്റ്റോറി ഉണ്ടെങ്കിൽ കൂടുതൽ ആളുകളിലേക്ക് എത്തും, അവർക്കൊന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റുമെന്നൊരു ചിന്ത വന്നതുകൊണ്ടാണ് ചെയ്തത്. ആദ്യത്തെ പാട്ടും രണ്ടാമത്തെ പാട്ടും കൂടെ പഠിച്ച കുട്ടികൾ തന്നെയാണ് സഹായിച്ചത്. അവരുടെ ഒരു ഇൻസ്പിറേഷനും ഒരു സഹായമൊക്കെ ഭയങ്കര വലുതായിരുന്നു. കണ്ടിരുന്നു, വളരെ ഭംഗിയായിട്ട് അവർ അഭിനയിക്കുകയും ചെയ്തിട്ടുണ്ടല്ലോ, അതിൻ്റെ ചേർന്ന് നാച്ചുറൽ ആക്ടിങ് പോലെ നമുക്ക് തോന്നുന്നത്. അത് നല്ല പറഞ്ഞ് ശരിയാണ്. ചുമ്മാ പാടുന്നതിനേക്കാൾ ഇതും കൂടി വരുമ്പോൾ ഒരു ഫീലാണ്, ഈശോയുടെ സ്നേഹം മറ്റുള്ളവർക്ക് കൊടുക്കാൻ പറ്റുന്നൊരു ഫീലാണ്. വളരെ ഭംഗിയായിട്ടുണ്ട്, അടിപൊളിയായിട്ടുണ്ട്. നിരവധി ഗാനങ്ങൾ ഈശോയാൽ തിരഞ്ഞെടുക്കപ്പെട്ടവളാണ് സിസ്റ്റർ. അതുകൊണ്ടാണ് ശബ്ദം പോലും എത്രയോ മാധുര്യമുള്ളതാണ്. അത് ദൈവത്തിന് ആരാധനകൾ അർപ്പിക്കുവാനായിട്ട് ദൈവം കൂടുതൽ സിസ്റ്ററിനെ വളർത്തട്ടെ. അനേകരിലേക്ക് ഈ പാട്ടുകൾ എത്തട്ടെ. അനേകർ ഈശോയെ സ്തുതിക്കുവാനും കൈയൊക്കെ ഒന്ന് നെഞ്ചോട് ചേർത്ത് പിടിക്കാനൊക്കെ സിസ്റ്ററിൻ്റെ പാട്ട് വഴിയായിട്ട് സാധിക്കട്ടെ എന്ന് ഏറെ പ്രാർത്ഥിക്കുകയാണ്. ദൈവം സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഈ നിമിഷം ഞാനും ഒരു പാട്ട് പാടാൻ ആഗ്രഹിക്കുകയാണ്. ഇതൊരു റോബർട്ട് എന്ന് പറഞ്ഞ അച്ഛൻ്റെ ഒരു പാട്ടാണ്. സിസ്റ്റം പോലെ തന്നെയാണ്. അച്ഛൻ പാട്ട് അങ്ങനെ അത്രയും പാടില്ല, എന്നാലും പാടും. അച്ഛൻ അങ്ങനെ പാടി റിലീസൊന്നും ചെയ്തിട്ടില്ല. പക്ഷേ ഇതുപോലെ തന്നെ തമ്പുരാൻ്റെ മുമ്പിൽ അച്ഛൻ ഇരിക്കുമ്പോൾ അച്ഛന് വരികൾ കിട്ടുന്നുണ്ടോ. നിരവധി പാട്ടുകൾ പാടിയിട്ടുണ്ട്. ഈശോയുടെ മുമ്പിൽ പാട്ട് പാടാൻ വെച്ചപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കാനായിട്ടിരിക്കും, മറ്റുള്ളവർക്ക് കൊണ്ട് പ്രാർത്ഥിക്കാനൊക്കെ നമ്മളിരിക്കുന്ന നിമിഷങ്ങളുണ്ട്. പക്ഷേ ഈ അച്ഛൻ പാട്ട് പാടാൻ വേണ്ടി തന്നെ അല്ലെങ്കിൽ വരികൾ കിട്ടാൻ വേണ്ടി തമ്പുരാൻ്റെ മുമ്പിലിരിക്കുമ്പോൾ വരികൾ ഇങ്ങനെ ചകചകാന്ന് പറഞ്ഞിങ്ങനെ തമ്പുരാൻ ഇപ്പോൾ സിസ്റ്റർ നൽകിയതുപോലെ ആദ്യത്തെ ഒരു പ്രാർത്ഥനയാണ്. എനിക്കൊന്ന് ഏറ്റവും തീഷ്ണതയുടെ സിസ്റ്റർ പ്രാർത്ഥിച്ച പ്രാർത്ഥനയായിരിക്കും. 8 വരി കേട്ട് ഈശോ നിൻ്റെ പാട്ടാണെങ്കിൽ 4 വരി കേട്ട് തരണേ. ഈശോ അപ്പം തന്നെ അതൊന്നുള്ള. അതുപോലെ ഈ അച്ഛന് ഒരു കൃപയുണ്ട്. അപ്പം അച്ഛൻ എഴുതിയ വരികളാണ് സ്ലീഹന്മാരെ അവരുടെ പ്രാർത്ഥനകളൊക്കെ ആയിട്ട്. അപ്പോൾ ആ ഒരു പാട്ട് പാടാനായിട്ട് കഴിഞ്ഞ ദിവസം റിലീസ് ചെയ്തതാണ്. അപ്പോൾ ആ പാട്ടൊന്ന് പാടാം.
12 സ്ലീഹന്മാരെ, ക്രിസ്തുവിനനുഗാമികളെ, സഭയെ ഉയർത്തിയ തൂണുകളെ, ആദിമ അജപാലകരെ. 12 സ്ലീഹന്മാരെ, ക്രിസ്തുവിനനുഗാമികളെ, സഭയെ ഉയർത്തിയ തൂണുകളെ, ആദിമ അജപാലകരെ. പന്തക്കുസ്തായിൽ ജ്വലിച്ചവരെ, പരിശുദ്ധാത്മാവാൽ നിറഞ്ഞവരെ, പന്തക്കുസ്തായിൽ ജ്വലിച്ചവരെ, പരിശുദ്ധാത്മാവാൽ നിറഞ്ഞവരെ, മാമോദീസകൾ നൽകിയോരേ, പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. സുവിശേഷ സാക്ഷികളായവരെ, വചനം ഘോഷിച്ച ധീരന്മാരെ, സുവിശേഷ സാക്ഷികളായവരെ, വചനം ഘോഷിച്ച ധീരന്മാരെ, പീഡനമേറ്റു മരിച്ചവരെ, പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. ഒത്തിരി സന്തോഷമുണ്ട്. പ്രത്യേകിച്ച് സിസ്റ്ററിൻ്റെ അനുഭവങ്ങൾ, ദൈവവുമായിട്ടുള്ള സിസ്റ്ററിൻ്റെ ബന്ധം, പള്ളിയിലായിരിക്കുമ്പോൾ സിസ്റ്ററിൻ്റെ പ്രാർത്ഥനകൾ കേൾക്കുന്ന ദൈവമുണ്ട്. അപ്പം ഞങ്ങൾക്ക് ഈ നിമിഷത്തിൽ സിസ്റ്ററിനോട് പറയാനുള്ളത്, സിസ്റ്ററിൻ്റെ പ്രാർത്ഥന കേൾക്കുന്ന ദൈവത്തോട് ഞങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കണം. തീർച്ചയായും പ്രാർത്ഥിക്കാം. ഞങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി, പ്രത്യേകിച്ച് പ്രേക്ഷകർക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കണം. ഇവരുടെ പ്രാർത്ഥന എപ്പോഴും സിസ്റ്ററിൻ്റെ കൂടെയുണ്ട്. നല്ല ശബ്ദം അതൊരിക്കലും പോകാതിരിക്കട്ടെ, മാറാതിരിക്കട്ടെ, അല്പം പോലും അതിനൊരു പ്രശ്നം ഉണ്ടാകാതിരിക്കട്ടെ. അതുപോലെ തന്നെ ഒരുപാട് ദൈവാനുഗ്രഹത്താൽ വരികൾ, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഒരു പാട്ടിൻ്റെ അതിൻ്റെ കാതൽ എന്ന് പറയുന്ന വരികളാണ്. അതുപോലെ എൻ്റെ സംഗീതം എല്ലാം ദൈവം നൽകിയ സിസ്റ്ററിനെ സമൃദ്ധമായിട്ട് ദൈവത്തിൻ്റെ സംരക്ഷണം എന്നും ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ഞാനും പ്രേക്ഷകരെല്ലാവരും പ്രാർത്ഥിക്കുകയാണ്. ദൈവം അനുഗ്രഹിക്കട്ടെ. ഹെവൻലി മെലോഡീസിൻ്റെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. പുതിയ പാട്ടുകളും പുതിയ വിശേഷങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. നന്ദി. കർത്താവിൻ പെസഹായിൽ പങ്കുചേർന്ന ആദിമസഭയിലെ ബലിയർപ്പകരെ, പൗരോഹിത്യത്തിൻ നായകരെ, പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. 12 സ്ലീഹന്മാരെ, ക്രിസ്തുവിനനുഗാമികളെ,